അങ്ങോട്ട് വന്ന് ലാസ്റ്റ് എൻ്റെ വൈഫും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ കല്യാണം അവിടെ വെച്ച് UK വെച്ചാൽ കഴിഞ്ഞ പുള്ളിക്കാരി അവിടെ സിറ്റീസിനാണ്. അപ്പോൾ ബ്രിട്ടീഷായിരുന്നു പുള്ളിക്കാരി. പുള്ളിക്കാരി ഞാൻ ഒറ്റയ്ക്ക് കയറ്റി വിടേണ്ടി വന്നു, കാരണം രണ്ടുപേരുടെയും ടിക്കറ്റ് ഇവിടെ വന്ന് പോവല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ട് ലാസ്റ്റ് ഞാൻ തനിയെ കയറ്റി വിടേണ്ടി വന്നു പുള്ളിക്കാരി. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെയും കയറിപ്പോൾ, പക്ഷേ പാസ്പോർട്ട് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ പാസ്പോർട്ടാണല്ലോ ഏറ്റവും ഇത്. കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് കോഴിക്കോട് സ്വദേശിയായ യുവാവിൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതായാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. താമരശ്ശേരി സ്വദേശി റൂബിൻ്റെ പാസ്പോർട്ടാണ് നഷ്ടമായത്. എപ്പോഴായിരുന്നു, എങ്ങനെയാണ് സംഭവം? ഞാൻ ഇന്നലെയായിരുന്നു എൻ്റെ പാസ്പോർട്ട് ഒരു രാത്രി എത്തിഹാദ് എയർലൈൻസിന് ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പാസ്പോർട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കയറി ഞാൻ ആ സെക്യൂരിറ്റി എനിക്ക് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞ് പാസ് ചെയ്ത് അവിടെ വെച്ചിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെക്യൂരിറ്റി ചെക്കിന് ഉള്ളിൽ കയറി കഴിഞ്ഞ് അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് പോയി, എനിക്ക് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്തോ ഉണ്ടെന്ന് പറഞ്ഞു, ബാഗ് ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വിട്ടു. പക്ഷേ അതല്ല, പാസ്പോർട്ട് ഇല്ലായിരുന്നു അവിടെ. ആ ഒരു സ്പോട്ടിൽ ഒരു മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ടാവില്ല. അതിനുമുമ്പ് പറഞ്ഞപ്പോഴേക്കും ആ സാധനം പാസ്പോർട്ട് മിസ്സിങ്. അവിടെ ഫുള്ള് ചെക്ക് ചെയ്തു, പക്ഷേ ഒരിടത്തും സാധനം കിട്ടിയിട്ടില്ല. CCTVയിൽ ആരുടെയോ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞൊക്കെ എടുത്തു, പക്ഷേ അതൊന്നും ആയിട്ടില്ലായിരുന്നു. ഏത് ഫ്ലൈറ്റിൽ പോകാനായിരുന്നു? എത്തിഹാദ് എയർലൈൻസിലായിരുന്നു. എത്തിഹാദ് എയർലൈൻസിൽ മാഞ്ചസ്റ്ററിലേക്കായിരുന്നു. അങ്ങോട്ട് വന്ന് ലാസ്റ്റ് എൻ്റെ വൈഫും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ കല്യാണം അവിടെ വെച്ച് UK വെച്ചാൽ കഴിഞ്ഞ പുള്ളിക്കാരി അവിടെ സിറ്റീസിനാണ്. അപ്പോൾ ബ്രിട്ടീഷായിരുന്നു പുള്ളിക്കാരി ഞാൻ ഒറ്റയ്ക്ക് കയറ്റി വിടേണ്ടി വന്നു, കാരണം രണ്ടുപേരുടെയും ടിക്കറ്റ് ഇവിടെ വന്ന് പോവല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ട് ലാസ്റ്റ് ഞാൻ തനിയെ കയറ്റി വിടേണ്ടി വന്നു പുള്ളിക്കാരി. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെയും കയറിപ്പോൾ, പക്ഷേ പാസ്പോർട്ട് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ പാസ്പോർട്ടാണല്ലോ ഏറ്റവും ഇത്. മിനിമം 20-25 ദിവസം 30 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി, നമ്മുടെ എല്ലാം ബുദ്ധിമുട്ട്, എല്ലാത്തിനും അവിടെ എല്ലാ റെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാനുള്ളതാണ്. അവിടെ അത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ നമുക്ക് വരുമ്പോൾ. നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഇത് ബുദ്ധിമുട്ട് വേറെ, അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വരവായിരുന്നു നമ്മുടെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അവിടെ വെച്ചാണ് കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ വീട്ടിലെ അപ്പനെയും അമ്മേനെയും കാണാനെല്ലാവരെയും കാണിക്കാനും എല്ലാത്തിനും വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ഇത്രയും 1 മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നതിന് പോകുമ്പോഴാണ് ഇത്രയും ഇങ്ങനെ ഒരു ഇതിലായി പോയത്. ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം വേറെ എവിടെയെങ്കിലും പോയാലും കാര്യം, സെക്യൂരിറ്റി ചെക്കിൽ പോയെന്ന് പറഞ്ഞപ്പോഴാണ് 1 മിനിറ്റ് ഗ്യാപ്പിൽ ഒരിടത്ത് അവിടെ ഒന്ന് അനൗൺസ് ചെയ്യുമോ, അല്ലെങ്കിൽ ആകെ ആ ഒരു ഫ്ലൈറ്റ് മാത്രമേ ബോർഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. കാരണം അവർ ബോർഡ് ചെയ്തപ്പോൾ തന്നെ അനൗൺസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരുന്നു. സോ അവർക്ക് അവിടെ നിന്ന് കുറച്ചുകൂടെ ഇനിഷ്യേറ്റ് എടുക്കുകയായിരുന്നെങ്കിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴും. അറിയില്ല എന്താ. ഞാൻ കൊണ്ട് പോലീസിൽ പരാതി കൊടുത്തു രാത്രി തന്നെ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണ്ട, നിങ്ങൾ ആദ്യമേ ഞങ്ങൾ വരാം, CCTV ദൃശ്യങ്ങൾ നോക്കി പരിശോധിച്ച് നീയും കൂടി വന്ന് ഒരുമിച്ച് നോക്കി പരിശോധിച്ചിട്ട് നിങ്ങൾ ബാക്കി ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്.